ഹായ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഡൺ ഡയറീസ്. ഇന്ന് നമുക്കൊരു ഈസി സ്റ്റിർ ഫ്രൈഡ് നൂഡിൽസ് റെസിപ്പി നോക്കാം. ആര്യനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇൻഡോമി നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 3 പാക്കറ്റ്സ് ആണ്. ഒപ്പം ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ഫ്രോസൺ വെജീസ്, ഒരു സവോള ചെറുതായി അരിഞ്ഞു കൊടുത്തതും, പിന്നെ കുറച്ച് സോസേജസ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും. ആദ്യം നമുക്കൊരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ആവശ്യമായ വെള്ളം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്സ് വെച്ചിട്ടാണ് 3 ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ആവശ്യമെങ്കിൽ ടേസ്റ്റ് മേക്കർ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് മസാല ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ വെജീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രോസൺ വെജീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഫ്രഷ് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസേജിന് പകരം ഏത് പ്രോട്ടീൻ സോഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ്യൂസ്ഡ് സോൾട്ട് സോയ സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1 to 2 ടീസ്പൂൺസ് യൂസ് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഈ മിക്സ് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്ട്രാ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇനി നൂഡിൽസും ഈ മസാല മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ആവശ്യമെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കെച്ചപ്പോ കുറച്ച് ചില്ലി സോസോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണും വരേക്കും ബൈ ഫ്രം ലിറ്റിൽ ഡൺ ഡയറീസ്.